ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് വിഷ്ണു ചേട്ടൻ്റെ അനിയൻ്റെ എൻഗേജ്മെൻറ്റ് ഡേയുടെ അന്നെടുത്ത് ചെറിയ ഒത്തിരി ഇതൊന്നും എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. എന്നെക്കൊണ്ട് പറ്റുന്നത് ഇടയ്ക്കിടയ്ക്ക് എടുത്തപ്പോൾ വീഡിയോസിലാണ് ചേർത്ത് ഞാൻ വ്ളോഗ് ആക്കിയത്. അപ്പോൾ ഇത് രാവിലെ വീട്ടിൽ നമ്മൾ ഇറങ്ങുന്നതാണ്. അനിയനൊക്കെ റെഡിയായി നിൽക്കുന്നു, വിഷ്ണു ചേട്ടനൊക്കെ അവിടെയുണ്ട്. അങ്ങനെ നമുക്ക് കംപ്ലീറ്റ് കാരണം വീട്ടിൽ ഒത്തിരി പേരൊക്കെ രാവിലെ വന്നു. വണ്ടി ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഹാളിലേക്ക് പോകാനായിട്ട്. 2 വണ്ടി ഉണ്ടായിരുന്നു. അപ്പം വണ്ടിയിൽ വരുന്നവരൊക്കെ രാവിലെ അവിടെ എത്തി. ബാക്കി എല്ലാവരും മണ്ഡപത്തിലേക്ക് നേരിട്ട് വരികയാണ് ചെയ്തത്. അപ്പോൾ ഞാനൊക്കെ ഇറങ്ങിയത് ഞാൻ അവിടെ ജസ്റ്റ് ഇറങ്ങുന്ന സമയത്ത് എടുത്ത വീഡിയോ ആണ്. പിന്നെ ഇത് മണ്ഡപത്തിൽ ഞങ്ങൾ എത്തി. എനിക്ക് എല്ലാവരെയും ഇപ്പം 2 സൈഡിൽ നിന്നുള്ളവരെയും അറിയാം, കാരണം എൻ്റെ കൊച്ചിൻ്റെ മോളാണല്ലോ പെൺകുട്ടി. അപ്പോൾ അത് കഴിഞ്ഞു. സമയമായപ്പോൾ അവർ അവിടെ ജാതകം കൈമാറ്റം കഴിഞ്ഞു. ജാതക കൈമാറ്റം കഴിഞ്ഞതിന് ശേഷം ആണ് റിംഗ് എക്സ്ചേഞ്ച് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അതവിടെ നടക്കുന്ന ഈ വീഡിയോ എടുത്തതിലാണ് ഞാൻ കണ്ടത്. ഈ വീഡിയോ ഞാൻ എടുത്തതല്ല, ഇതെനിക്ക് ആരോ നമ്മുടെ ഫാമിലി ഗ്രൂപ്പിൽ വന്ന വീഡിയോ ഒക്കെ കൂടെ ഞാൻ ചേർത്താണ് ഇട്ടത്. എല്ലാ വീഡിയോസും എനിക്ക് എടുക്കാനായിട്ട് സാധിച്ചില്ല. പിന്നെ അങ്ങനെ ഇത് ഞാൻ അവിടെ നടക്കുമ്പോൾ ഇവിടെ സുനല്ലടൻ അനുഗ്രഹമൊക്കെ വാങ്ങിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെയൊക്കെ കാലത്തൊട്ടപ്പോൾ ഞങ്ങളൊക്കെ തന്നെ തമാശ പോലെ പറയാം. അപ്പോൾ അനിയനും സന്ധ്യാമ്മവരെ കൊണ്ട് എല്ലാം തൊഴിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ കല്യാണം കഴിഞ്ഞ ശേഷം അവരുടെ ഒരു ഫോട്ടോ അത് കഴിഞ്ഞ് അവിടെ റിംഗ് എക്സ്ചേഞ്ചിന് തയ്യാറാക്കി വെച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് കുഞ്ഞുമോനും 2 കൂട്ടരുടെ പാരൻസിൻ്റെ അനുഗ്രഹം വാങ്ങിച്ച് അവൻ അവിടെ ഇരുന്നു. ആദ്യം പയ്യനാണ് അവിടെ ഇരിക്കുന്നത്. അതിനുശേഷമാണ് പെൺകുട്ടിയെ കൊച്ചൻ സുന്നെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഒരു വലയം വെച്ച് അനുഗ്രഹം വാങ്ങി വെച്ച് എല്ലാ പരിപാടി നമുക്ക് തൊഴുത്തിട്ട് ഇങ്ങനെ ചടങ്ങുണ്ടല്ലോ ആ രീതിയിൽ. അപ്പോൾ NSSൻ്റെ ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരിങ്ങനെ അതൊക്കെ പറഞ്ഞു കൊടുക്കും. അതെല്ലാം കഴിഞ്ഞ് അനുഗ്രഹം വാങ്ങിച്ച് സുനിതം. അതിനുശേഷം അവരുടെ റിംഗ് എക്സ്ചേഞ്ചാണ് നടന്നത്. അപ്പോൾ എൻ്റെ ഇടയിൽ കുട്ടാപ്പിക്കാണെങ്കിൽ അതിൻ്റെ അവിടെ തന്നെ എന്തൊക്കെ അവിടെ നടക്കുന്നു എന്ന് അറിയാനായിട്ട് അവൻ താഴെ പോയതില്ല, മാളുൻ്റെയിലും വന്നില്ല. അവനത് കാണണം എന്താണ്. അപ്പോൾ സുന്നി അവിടെ ഇരിക്കുന്നു, കൊച്ചൂസ് അവിടെ ഇരിക്കുന്നു. അപ്പോൾ അവിടെ എന്തോ നടക്കുന്നുണ്ടല്ലോ എന്നൊക്കെ അവനറിയാം. എൻഗേജ്മെൻ്റ് ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തതിനൊക്കെ അതൊക്കെ അറിയാം. അപ്പോൾ അതൊക്കെ കാണാനൊരു ആകാംക്ഷ കൊണ്ട് അവൻ അവിടെ തന്നെ നിൽക്കായിരുന്നു. അതിനുശേഷം അതൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ പിന്നെ അവിടെ നിന്നൊക്കെ ഞങ്ങളുടെ പാപ്പനംകോട് ടീംസ്, എൻ്റെ കുട്ടിപ്പട്ടാളങ്ങൾ ഇവരുടെ കൂടെ സത്യം പറഞ്ഞാൽ സാധാരണ ഏതെങ്കിലും ഫംഗ്ഷൻ ഇങ്ങനെയൊക്കെ ഒരുമിച്ച് പോകുമ്പോൾ ഈ പിള്ളേരടുത്ത് വാചകടിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. സത്യം അന്ന് എനിക്ക് ഒന്നും അങ്ങനെ ഒരുപാട് കാര്യം പറയാൻ സമയം കിട്ടിയില്ല. അവിടെ അടുത്ത് എൻ്റെ അച്ഛൻ്റെ മാമന്മാരും കുഞ്ഞമ്മ അവരൊക്കെയാണ്. അപ്പോൾ അന്ന് എല്ലാവരെയും ഇങ്ങനെ ഒരുപാട്, കാരണം കുറേ നാൾ കാണാതിരിക്കുന്ന എല്ലാവരും എൻഗേജ്മെൻറ്റ് വന്നിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാവരെയും കണ്ടു. അപ്പോൾ അവിടെയൊക്കെ എല്ലാവരെയും കണ്ടപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നിടയ്ക്ക് കുഞ്ഞു വീഡിയോസൊക്കെ എടുത്താണ്. നേറ്റിങ്ങനെ അപ്പൂപ്പനൊക്കെ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഇങ്ങനെ ഓരോ ഫംഗ്ഷനൊക്കെ വരുന്ന അമ്മൂപ്പനും അമ്മൂമ്മയൊക്കെ ഉണ്ടായിരുന്നു. കാരണം അവരിടയ്ക്ക് ഇങ്ങ് തൃശ്ശൂരായിരുന്നു കുഞ്ഞയുടെ കൂടെ. ഇപ്പോൾ കുഞ്ഞിക്ക് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞയും ഇവിടെയുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരെയും കാണുന്നത്. ഇപ്പോൾ സഹിച്ചിട്ട ഗൗരിയൊക്കെ നമ്മൾ ഇതിന് വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ അവരും അത് കഴിഞ്ഞ് ഓരോരുത്തരായിട്ട് എല്ലാവരും ഫാമിലി ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് അപ്പോൾ ഓരോരുത്തരായിട്ട് വന്ന് നിൽക്കുകയായിരുന്നു ഫാമിലി ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട്. അപ്പോൾ ആ ഫോട്ടോഷൂട്ടും അതെല്ലാം കഴിഞ്ഞ് അങ്ങനെ അത് കഴിഞ്ഞ് ഫോട്ടോഷൂട്ടും ഇതൊക്കെ ഞങ്ങളുടെ ഓരോ ഫാമിലി, അച്ഛൻ്റെ ഒരു വല്യച്ഛൻ്റെ മക്കൾ, കൊച്ചുമക്കൾ, അവരുടെ അങ്ങനെ അവരെല്ലാവരും കൂടെ ഒരു ഫാമിലി ഫോട്ടോ എടുത്തു. അങ്ങനെ ഓരോ ഫാമിലി പിന്നെ നമ്മുടെയൊക്കെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ടാണ് ഒത്തിരി ഫോട്ടോസ് എടുത്തു കഴിഞ്ഞാൽ പയ്യൻ്റെയും പെൺകുട്ടിയുടെയും മാത്രമായിട്ടുള്ള ഫോട്ടോസ് കുറവായിരുന്നു. അപ്പോൾ പിന്നെ ക്യാമറാമാൻ ഉണ്ണിച്ചേട്ടനായിരുന്നു. ഉണ്ണിച്ചേട്ടൻ എൻ്റെ കല്യാണത്തിനും ഉണ്ണിച്ചേട്ടനായിരുന്നു, അതിന് മാളൂൻ്റെനും ഉണ്ണിച്ചേട്ടനായിരുന്നു. കുഞ്ഞയുടെ അനിയത്തിയുടെ മോക്കും ഞങ്ങളുടെയൊക്കെ ഫോട്ടോസ് ഇഷ്ടപ്പെട്ട് ഉണ്ണിച്ചേട്ടൻ തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാം നല്ല പരിചയമാണ്. അപ്പോൾ ഞങ്ങൾ ഇതിനെ ഇടയ്ക്കിടയ്ക്കും ഉണ്ണിച്ചേട്ടൻ ഞങ്ങളുടെയും കൂടെ ഫാമിലി, ഇപ്പം എൻ്റെയും വിഷ്ണു ചേട്ടൻ്റെയും കുറച്ച് ഫോട്ടോഷൂട്ടും ഇതിൻ്റെ ഇടയിലൂടെയൊക്കെ മീൻസ് അവരെന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞു ഫോട്ടോസാണ് ഇത്. അവരിപ്പം അമ്മയും കുഞ്ഞമ്മയും 6 പേരും ഒരേപോലത്തെ സാരിയായിരുന്നു, കളേഴ്സ് മാത്രം ഷെയ്ഡ് ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പോൾ അതിന് അവരുടെയൊക്കെ നിന്നെടുത്തു. അതിനുശേഷം ഞങ്ങളെല്ലാവരും കൂടെ വെള്ളായണിയിലൊരു ചെറിയ ഫോട്ടോഷൂട്ടിന് പോയി. ഒരു 3 മണി കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി, ഓഡിറ്റോറിയത്തിന് എല്ലാവരും ഇറങ്ങി. അപ്പോൾ സന്ധ്യാമ്മേനും പാരൻസ് ആരും വന്നില്ല, അവരൊക്കെ വീട്ടിലോട്ട് തിരിച്ചു പോയി. അപ്പോൾ ഞങ്ങൾ പിള്ളേർ സെറ്റ് കുറച്ച് പേര് പോയി. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങളും തിരിച്ച് 4 മണിയോടെ വീടെത്തി. അങ്ങനെ എൻഗേജ്മെൻറ്റ് ചടങ്ങ് വളരെ മംഗളകരമായിട്ട് കഴിഞ്ഞു. പിന്നെ കല്യാണം 1 വർഷത്തിന് ശേഷമേ ഉള്ളൂ. സുനയുടെ കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നതുവരെ ബൈ. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.